ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി നിയമസഭാ കക്ഷിയോഗം തുടങ്ങി. കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദും ഓം പ്രകാശ് ധൻഖറും ബിജെപി ആസ്ഥാനത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വനിതയും പരിഗണനയിലുണ്ട്. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, സത്യപ്രതിജ്ഞയൊക്കെ തീരുമാനിച്ചു. ഇപ്പോൾ രാത്രിയായി, ഇതുവരെ തീരുമാനമായില്ല അല്ലേ? ഇപ്പോൾ എംഎൽഎമാരുടെ യോഗം ഇപ്പോൾ ബിജെപി സംസ്ഥാന ബിജെപി ഓഫീസിലേക്ക് എത്തിയത് ഇവിടെ നമ്മളിപ്പോൾ കാണാവുന്നതാണ്. കാരണം ഓരോ നേതാക്കന്മാരെയും അനുകൂലിക്കുന്ന അവരുടെ അണികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഓരോ 10 മിനിറ്റ് ഇടവിട്ടും ഓരോ നേതാക്കന്മാരുടെ അണികൾ ഇവിടെ എത്തുകയും അവരുടെ നേതാവിനെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. പക്ഷേ യോഗം ഇപ്പോഴും അകത്ത് നടക്കുക തന്നെയാണ്. ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ കേന്ദ്ര നിരീക്ഷകർ ആദ്യം ഇപ്പോൾ ചെയ്തത് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്ന് കേട്ടിരുന്ന പേരുകളുള്ളവരുടെ പ്രത്യേകം എടുത്തു കാണിക്കുകയാണ് ചെയ്തത്. കാര്യം വിജേന്ദ്ര ഗുപ്ത അടക്കമുള്ളവരുണ്ട്, പർവേസ് വർമ്മയുണ്ട്. പർവേസ് വർമ്മ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. സാധാരണ ഈ NCR എന്ന് പറയുന്നത് രാജ്യതലസ്ഥാന നോയിഡ കിടക്കുന്ന നോയിഡ അടുത്തുകൊണ്ട് ഗുഡ്ഗാവ് എടുത്തുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയുടെ ജാതി പരിഗണന കൂടി ഇതിലുണ്ടാകും. ഇപ്പൊ സെയിനി ഹരിയാന മുഖ്യമന്ത്രി OBC വിഭാഗത്തിലുള്ളതാണ്. അതേസമയം ബ്രാഹ്മണ വിഭാഗത്തിലുള്ള ആളാണ് ഇവിടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ ക്ഷത്രിയ വിഭാഗത്തിലുള്ളതാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു അന്തിമമായ തീരുമാനം മാത്രമാണ്. 1 മണിക്കൂർ